ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നത്തെ വീഡിയോ സാധാരണ പോലെ ഒരു റെസിപ്പി വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ഞാൻ നമ്മുടെ ഗിവ് അവേനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു മാസത്തിന് മുകളിൽ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നോമ്പിൻ്റെ സമയത്തേനു ഫസ്റ്റ് ഗിവ് അവേ വെച്ചിട്ടുണ്ടായത്. ഇത് സെക്കൻഡ് ഗിവ് അവേ കേട്ടോ. നോമ്പിന് ഒരു മാസം കൊടുത്തിട്ടായിരുന്നു ഞാൻ ഗിവ് അവേ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ചാനലിനൊക്കെ നല്ല ഡിഫറൻറ്റ്, നല്ല വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ 3 പേർക്ക് മാത്രമേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേർക്ക് പരാതി ഉണ്ടായിട്ടാണ് രണ്ടാമത്തെ ഗിവ് അവേ ഞാൻ പെട്ടെന്ന് തന്നെ വെച്ചിട്ടുണ്ടായത്. രണ്ടാമത്തെ ഗിവ് അവേയിൽ ഞാൻ 10 പേർക്ക് എനിക്ക് ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇനി ഗിവ് അവേയുടെ കാര്യങ്ങൾ പറയാം. ഞാൻ ആ ഒരു രണ്ടാമത്തെ ഗിവ് അവേ അനൗൺസ്മെൻറ്റ് വീഡിയോ ഇട്ട് അന്ന് വൈകുന്നേരമായിരുന്നു ഹസ്ബൻഡിൻ്റെ ഫാദർ മരിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു മാസത്തിനടുത്ത് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം തന്നെയായിരുന്നു കേട്ടോ സംഭവിച്ചത്. ഒരു വീഡിയോ വരെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, പെട്ടെന്നൊരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള വീഡിയോസിന് റീച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ടാണ് പിന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് കമൻറ്റ്സ് വരുത്തുന്നുണ്ട്, ഈ ഒരു ചാനൽ ഗിവ് അവേ എന്തായി. ആ ഒരു മൂഡേ പോയതുകൊണ്ട് തന്നെ അടുത്തടുത്ത വീഡിയോയിൽ ഗിവ് അവേനെ കുറിച്ച് പറയാനൊക്കെ എനിക്കൊരു മടിയായിരുന്നു. പിന്നെ ആൾക്കാർക്ക് അറിയില്ല ഇപ്പോൾ ഗിവ് അവേ എന്തായി. ഇപ്പോൾ ഉള്ള വീഡിയോസിലൊന്നും ഞാൻ പറയാറുണ്ടായിട്ടില്ല. ഇങ്ങനൊരു വീഡിയോ കൂടി ചെയ്തിട്ട് ഒന്നുകൂടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് പഴയതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു 3 മാസമായി ഞാൻ ആ വീഡിയോ ഇട്ടിട്ട്. അതിന് ശേഷമുള്ള എല്ലാ വീഡിയോൻ്റെ കമൻറ്റും ഞാൻ കൂട്ടുന്നതായിരിക്കും. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് കമൻറ്റ് പിക്കർ വെച്ചിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുക. അപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്ന അത്രയും ഗ്യാപ്പ് എടുത്തതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരെയാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അത്രയില്ല കേട്ടോ. ഇനി ഡിസംബർ കഴിയുന്നത് വരെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യാം. അപ്പോൾ ഡിസംബർ 31 വരെയുള്ള വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുക. അന്ന് പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് പിക്കർ വെച്ചിട്ടായിരിക്കും വിന്നറിനെ എടുക്കുക. പിന്നെ ഗിഫ്റ്റ് ഒന്നും കൂടി പറയാം. ആദ്യം സെലക്ട് ആവുന്ന 2 പേർക്ക് ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ സമ്മാനം കൊടുക്കുന്നത്. പിന്നെയുള്ള 8 പേർക്ക് ഒരു സ്റ്റെയിൻലെസ് സ്ട്രെയിനറാണ് കൊടുക്കുന്നത്. അപ്പോൾ 10 പേർക്ക് ടോട്ടൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ഡിസംബർ 31 വരെയുള്ള വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് കമൻറ്റ് പിക്കർ എന്നുള്ള ഗിവ് അവേയിൽ പങ്കെടുത്ത് നമുക്ക് വിന്നറിനെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പഴയപോലെ ആ ഒരു നോമ്പിൻ്റെ സമയത്തുണ്ടായ സപ്പോർട്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആ രണ്ടാമത് അപ്ലോഡ് ചെയ്ത ഗിവ് അവേൻ്റെ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ടേനു FBയിൽ ഞാൻ ഗിവ് അവേ വെക്കുന്നുണ്ട്, ഇന്നോ നാളെയോ കൊണ്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന്. എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അന്ന് വൈകുന്നേരം തന്നെയല്ലേ സംഭവിച്ചത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ആ വീഡിയോ ഇടാനും ഒന്നിനൊരു മൂഡ് ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുവരെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അത് ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബിൽ മെൻഷൻ ചെയ്യാം എന്താണ് എങ്ങനെയാണ് FB യൂസ് ചെയ്യുന്നവർ ചെയ്യേണ്ടത്.